അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മഹാനവറുകൾ തൻ്റെ ജീവിതത്തിൽ എടുത്ത പല തീരുമാനവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ಅದಕ್ಕೆ ಆ ತೀರ್ಮಾನಕ್ಕೆ ಎಸ್ വെച്ചുകൊണ്ടിരുന്നത് ചെന്നെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആക്കിയത് കറക്റ്റ് ചെന്നുകൊണ്ടിരുന്നത് മാത്രമല്ല പരിശുദ്ധ ഖുർആനിലും ഉമർ റളിയല്ലാഹു അൻഹുടെ ഓരോ തീരുമാനത്തിൽ അത് ആക്കിയത് കറക്റ്റിന് ചെന്നിട്ട് ഖുർആൻ്റെ ആയത്തി ഇറങ്ങിയതുമുണ്ട്. നോക്കൊരു ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ആൾമാർ ഭയങ്കര അങ്ങനെ എന്തോ ഒരു വിഷയത്തിൽ തർക്കമായിട്ടിരുന്നത്, അത് അങ്ങനെ ബിസിനസ്സിലായി എന്തോ ഒരു വിഷയത്തിൽ തർക്കമായിട്ടിരുന്നത്. അങ്ങനെ ആ തർക്കത്തെ തീർക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ അഹ്വാൽ കേട്ടിട്ട് എന്നിട്ട് അതിലെ ഓർത്തരെ വിഷയ നബി തങ്ങൾ കറക്റ്റ് കൊന്തായിട്ട് എന്നിട്ട് അയാളുടെ പരമായിട്ട് വിധിച്ചത്. പക്ഷേ ആ വിധി ഇന്നർത്തവും വലിയ തൃപ്തിയായില്ല. അയാളെന്താക്കിത്ത് ചെന്ന് നക്ക് ഇതിൽ വലിയ തൃപ്തിയായിട്ടില്ല. അതുകൊണ്ടു ഞങ്ങൾ സറാക്കോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുട്ട പോയി. അദ്ദേഹമാണെങ്കിൽ വലിയ ഹക്കും ബാത്തിൽ വേർതിരിക്കുന്ന ഒരാളായിട്ടിരിക്കും. അതുകൊണ്ടു ഫാറൂഖ് ചെല്ല പേര് കിട്ടിയ ഒരു മഹാനല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിൽ പോയിട്ടൊന്ന് നോക്കാം. ചെന്ന് പോയി രണ്ടാളും പോയിട്ട് ഈ മനുഷ്യ ചെന്ന് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ട് ഒരു വിഷയത്തെ ഒരു പഞ്ചായത്ത് തീർക്കുക പോയിന്ന. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിധിച്ചതിൽ നമുക്ക് വലിയ റാഹത്തായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ മഹാനല്ലേ, ഹക്ക് ഭാഗത്തിലെ വേർതിരിക്കുന്ന മഹാനല്ലേ, അതുകൊണ്ടും ഈ വിഷയത്തിൽ നമുക്ക് നിങ്ങൾ ഒരു തീർപ്പ് തരണോ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മുട്ട പോയിട്ട് ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് ഒക്കെ അങ്ങനെ വിഷയ മക്കാനക്കുമ്മ നിങ്ങൾ തെല്ല് നിൽക്കണം ഇപ്പം ബണ്ട ചെന്ന് ഉഗ്ഗ പോയിട്ട് ബാലെടുത്തോണ്ട് വന്ന് എന്നിട്ട് ഈ മനുഷ്യരെ തലങ്ങ് പാർവാടി കൊടുത്തു. ആറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തീർപ്പിൽ നമുക്ക് തൃപ്തിയായിട്ടില്ല ചെന്ന മനുഷ്യരെ തല പാർപാടിത്തു. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ടിട്ട് ഇന്നൊരാൾ അയാൾ ഒറ്റ ഓട്ടായിട്ട് ഇത് ദുനിയാവില്ല. അയാൾ ഓടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ട് നബിയെ എൻ്റെ ചങ്ങായിരെ ഉമർ റളിയല്ലാഹു അൻഹു കൊന്നു കളഞ്ഞിത്ത് ചെന്ന് ഭയങ്കര ബേജാറ് ചെന്ന്. ആ സമയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് മാ കുന്തു അളുന്നു അൻ യജ്തരിയ ഉമറു അലാ ഖത്ലി മുഅ്മിൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ കൊല്ലവും ഒരിക്കലും സാധ്യമല്ല, എന്തെങ്കിലും അതിലൊരു രഹസ്യം ഇക്കൂ ചെന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് ഓതി കൊടുത്തു. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നബി അങ്ങ് ഒരിക്കലും മുഅ്മിനാവാൻ സാധ്യമില്ല, എവിടത്തോളം ഒരു വിഷയത്തിൽ നിങ്ങളെ അങ്ങ് ഹാക്കിമാക്കിയാർ, നിങ്ങളെ ഒരു തീർപ്പുകാരാക്കിയിട്ട് അങ്ങ് നിങ്ങളിട്ട് വന്നാർ. എന്നിട്ട് സുമ്മ ലാ യജിദൂ ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, എന്നിട്ട് നിങ്ങൾ ഒരു തീർപ്പ് അങ്ങനെ ഇടയിൽ കൊടുത്തപ്പോൾ അതിൽ അങ്ങ് എന്താവത്തില്ല, അങ്ങ് അതൃപ്തി ഉണ്ടാവത്തില്ല. ഒരു സമയത്ത് അങ്ങ് അതൃപ്തി ഉണ്ടായിട്ടായെങ്കിൽ അങ്ങ് മുഅ്മിനാവാൻ സാധ്യമില്ല ചെല്ലെ ആ ഒരു പിന്നെ ഖുർആൻ്റെ ആയത്തിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആക്കെ പിന്നെ ആ പണിയുണ്ടല്ലേ ഒരു മുസ്ലിമിനെ കൊന്നത് അത് ഒരിക്കലും തപ്പല്ല. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ആ കൊന്നത് ആ മനുഷ്യ യഥാർത്ഥത്തിൽ അവൻ മുഅ്മിനായിട്ട് ഇന്നിട്ടില്ല, അവൻ മുസ്ലിമായിട്ട് ഇന്നിട്ടില്ല ചെല്ലത്. അതുകൊണ്ട് മുസ്ലിമായ ഒരു മനുഷ്യരെ കൊന്നിട്ടായെങ്കിൽ തിരിച്ചിട്ട് കൊന്നാളുടെ കൊല്ലണ്ടേ. ആ ഒരു കേസിൽ നിന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് പിന്നെ അള്ളാഹു വിടുകടയാക്കിയ പിന്നെ അള്ളാഹു ചെന്ന് ഒരിക്കലും ആ ഒരു കൊന്ന കേസിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും അപരാധിയാവല്ല. അപ്പോൾ അത്രത്തോളം ഉമർ റളിയല്ലാഹുവിൻ്റെ ഓരോ ദീർഘവീക്ഷണ ഭയങ്കരമായിട്ട് ഒരു നാൾ നിസ്കരിച്ചാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തിൽ നിസ്കരിച്ചാൽ പിന്നെ ദിക്ർ ദുആ എല്ലാം ഉണ്ടാവും സാധാരണ. പക്ഷേ ദിക്ർ ദുആ ആടെ മുന്നേ സലാമിറ്റ് എപ്പോഴും ഒരാൾ എണിച്ചിട്ട് ജനറക്കാൽ സുന്ന നിസ്കരിക്കുക വർത്തായിട്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യ എണിച്ചപ്പോൾ ഉടൻ തന്നെ അയാളുടെ കുഞ്ചി പിടിച്ചിട്ട് വെറുതെ പതി പാടിയത്. ആ മനുഷ്യന്മാരെല്ലാം നോക്കിയാലും ഇത്ര സ്ട്രോങ് ആവശ്യം അയാൾ എണിച്ച് നിസ്കരിക്കണല്ലേ, അയാൾ വേറെ എന്താക്കണല്ലേ.
ആ സമയത്തിൽ സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇതുപോലെ കഞ്ഞൽ പിന്നെ മനുഷ്യന്മാർ കുസുകുസ ഉറക്കായ മുന്നിൽ തങ്ങ ചെന്ന് പിന്നെ ഉമറെ നിങ്ങൾ ആക്കിയത് കറക്റ്റായിട്ടിരിക്കുന്നു, നിങ്ങളെ കൊണ്ട് അള്ളാഹു ഈ ഒരു പണി ഏർപ്പാട്ടിയത് അത് 100% കറക്റ്റായിട്ടിരിക്കുന്നു. കാരണം ഇതിങ്ങനെ തുടങ്ങിയിട്ടായെങ്കിൽ സലാമിറ്റൽ പിന്നെ മനുഷ്യന്മാർ സുന്നത്താക്കിയ കുറേ ദിക്റ് കൊണ്ടു ദുആ കൊണ്ടു അത് വിട്ടിട്ടു ഇങ്ങനെ ഓരോരുത്തർ എണിച്ചിട്ട് നിസ്കരിക്കുക തുടങ്ങിയിട്ടായെങ്കിൽ പിന്നെ അതെല്ലാം ആ സുന്നത്തെല്ലാം നഷ്ടപ്പെട്ടല്ലേ. അതുകൊണ്ട് നിങ്ങളെ കൈകൊണ്ട് അള്ളാഹു ഹക്കിടെ വെളിവാക്കി തന്നാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അത്രത്തോളം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ അതിലെ അല്ലിപ്പുള്ളി വ്യത്യാസമാവാത്ത പോലെ സൂക്ഷിക്കുകയും വളരെയധികം അധ്വാനിച്ചൊരു മഹാനായിട്ടിരിക്കുന്ന അള്ളാഹു മഹാന് ബർക്കത്തും ദുനിയാവും ആഖിറവും സലാമത്താക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.